ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് നോക്കിയാലോ. ഞാനിവിടെ ഉള്ളിപ്പക്കവടയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിവടാന്നോ ഉള്ളിപ്പക്കവടാന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അത് നല്ല കുനുകുനാന്നരിഞ്ഞ് ലേശം ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ സവാളയുടെ ഉള്ളിൽ നിന്ന് ഈ നീര് ഇറങ്ങി വരും. എന്നിട്ട് പിന്നെ നമ്മൾ പക്കവട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വേറൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. പക്ഷെ അതെന്തോ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവ് ആക്കി. അപ്പം ഞാൻ അതിൻ്റെ റീസൺ തപ്പിപ്പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിൽഡ്രൻസിനെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫുൾ ഡ്രസ്സിൽ വേണം നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുപ്പായം ഇല്ലാണ്ടോ അല്ലെങ്കിൽ ട്രൗസർ ഇല്ലാണ്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികളുടെ നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ റൂളുണ്ട് ഇത്ര, അത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളെ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ആ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങളത് കാര്യമാക്കണ്ട, നിങ്ങൾക്ക് തുടരാം. അത് ആവശ്യമുള്ളവരെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടൊന്ന് കുളിക്കാട്ടോ. ഞാനൊരു 3-4 ദിവസം കൂടുമ്പോഴേ തല കുളിക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ തലയിൽ അപ്പിടിതായിരുന്നു, പിന്നെ നല്ല മുടി കൊഴിച്ചിലാണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് ഞാൻ തലയിലൊന്നും ചെയ്യാറില്ല എന്ന് വിചാരിക്കേണ്ട. കുറേ ഹോം റെമഡീസ് നോക്കിയിട്ടുണ്ട്, ഒന്നും സക്സസ് ആയിട്ടില്ല. എൻ്റെ കെട്ടിയവൻ എന്നോട് പറഞ്ഞു നോക്കുന്നത് തലയിൽ ഇനി ചാണകം മാത്രം വാരി തേക്കാനുള്ള ബാക്കിയൊക്കെ കഴിഞ്ഞു എന്നാണ്. അത്രയ്ക്ക് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും സക്സസ് ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് തലക്കൊന്ന് കെട്ടി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഇവളെല്ലാ ദിവസവും വന്നിട്ട് എന്നെ പറ്റിക്കും. ഇവള് ആദ്യത്തെ ദിവസം വന്നപ്പോൾ വയറ് വീർപ്പിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവള് പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ അവൾക്ക് ചോറ് കൊടുത്തു. പിറ്റേ ദിവസം അവൾ വയറ് ചുക്കി വന്നു. എന്നിട്ട് ഞാൻ പിള്ളേരനൊക്കെ അന്വേഷിച്ച് പെരയുടെ ചുറ്റും നടന്നു. എവിടെ ഇവളെന്നെ പറ്റിച്ചതാണ്. അതിൻ്റെ വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ, നമുക്ക് പക്കവടയിലേക്ക് തിരിച്ചു വരാം. നമ്മളിവിടെ കടലമാവാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ കടലമാവ് എടുത്തിട്ട് ഇടുക. പക്ഷേ ഇതിനൊക്കെ അളവുണ്ട് കേട്ടോ, നോക്കിയും കണ്ടു വേണം ഇടാനായിട്ട്. അതിന് മുന്നേ നമ്മൾ ഈ സവോളയിലേക്ക് മല്ലിപ്പൊടി തെറ്റിപ്പോയി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായം പൊടിയും നമ്മൾ ആവശ്യത്തിന് നമ്മുടെ സവാള എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം അരിപ്പൊടിയും പിന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുക. ആദ്യം ഇതൊന്ന് കൂട്ടി കുഴച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ആ നീരിറങ്ങിയത് അതിൽ ബാക്കി ഉണ്ടാവും. എൻ്റെ ചളായിട്ട് കൊള്ളായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാതും അവരാരും ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് ഗ്യാസ് കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സാധാ ചുട്ടെടുക്കണ പോലെ തന്നെ നമ്മൾക്കത് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ പിള്ളേരില്ലേ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഉത്തരം പറയാം. അവരപ്പുറത്ത് കളിക്കാൻ പോയോക്കാണേ. അപ്പോൾ അതേ ഓരോന്ന് കോരി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ തന്നെ ക്രിയേഷൻ ആയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബായ്.